നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വ്യാപാര യുദ്ധ നയം ഇന്ത്യയെയും ബാധിക്കും എന്നായിരുന്നു പൊതുവെയുള്ള നിഗമനം. പക്ഷേ അതിൽ നിന്നും എങ്ങനെ മോചനം നേടാം, എങ്ങനെ ഇൻസുലേറ്റ് ചെയ്യാം എന്ന ഒരു ചിന്ത ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു മാസമായി വളരെയധികം കൂലങ്കഷമായി, അത്ര പരസ്യമായിട്ടല്ല എങ്കിലും അകത്തളങ്ങളിൽ, ഭരണകൂടത്തിൻ്റെ അകത്തളങ്ങളിൽ, സെക്രട്ടേറിയൽ ലെവലിലും രാഷ്ട്രീയ നിലയിലും സംസാരമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രതിനിധി സംഘത്തെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധി സംഘത്തെ അമേരിക്കയിലേക്ക് അയക്കുകയും 4 ദിവസത്തെ കൂലങ്കഷമായ ചർച്ചകൾക്ക് ശേഷം സംഘം കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തി. പക്ഷെ മടങ്ങിയെത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവന ചില്ലറ അലോസരങ്ങളല്ല ഇന്ത്യക്ക് ഉണ്ടാക്കിയത്. ആ പ്രസ്താവന ഇങ്ങനെയാണ്: താൻ പറഞ്ഞതനുസരിച്ച് വ്യാപാരം ന്യായമായിരിക്കണം, നീതിപൂർവമായിരിക്കണം. ഇന്ത്യ ഇപ്പോൾ ചുമത്തുന്നത് അതികഠിനമായ തീരുവകളാണ്. ഇപ്പോൾ ഇന്ത്യക്ക് കാര്യങ്ങൾ മനസ്സിലായി. തീരുവകളുടെ കാര്യത്തിൽ പുനഃക്രമീകരണം അല്ലെങ്കിൽ തീരുവകൾ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചു എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തി. പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായി ഔപചാരികമായി ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ആകട്ടെ, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആകട്ടെ, സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ, അങ്ങനെ ഒരു കാര്യം ഔപചാരികമായി പറഞ്ഞിട്ടില്ല. ഇന്ത്യ ഒരു പക്ഷേ ആലോചനയിലാണ്. അത് ശരിയായിരിക്കാം, പക്ഷേ തീരുമാനം എടുത്തിട്ടില്ല. അത് മാത്രമല്ല, അമേരിക്കൻ മാധ്യമം വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരോളിൻ ലെവിറ്റ്, അവരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രസ്താവനയും സ്വല്പം അലോസരമുണ്ടാക്കുന്നതാണ്. ഇന്ത്യ അമേരിക്കയുടെ മദ്യങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ 150% തീരുവ. അതുമാത്രമല്ല, അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 100% തീരുവയാണ്. ഈ തീരുവകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. അമേരിക്ക തത്തുല്യമായ രീതിയിലുള്ള തീരുവകൾ, ടാരിഫ്, കസ്റ്റംസ് ഡ്യൂട്ടീസാണ്, അത് ഇന്ത്യക്ക് മേൽ ചുമത്തും. അതിൽ യാതൊരു സംശയവുമില്ല. അത് ഉടനടി തന്നെ നിലവിൽ വരും. ഒരുപക്ഷേ ഏപ്രിൽ 2-ാം തീയതി. മറ്റെല്ലാ തീരുവകളും നിലവിൽ വരുന്നത് ഏപ്രിൽ 2 എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. പക്ഷേ അതിനുള്ളിൽ തന്നെ സമഗ്രമായ ഒരു വ്യാപാര കരാർ, ഒരു കോംപ്രഹെൻസീവ് ട്രേഡ് എഗ്രീമെൻറ്റ്, അതാണ് ഇന്ത്യയുടെ മനസ്സിൽ. അങ്ങനെയെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ അപ്രസക്തമായി പോകും. മറ്റ് രാജ്യങ്ങളുമായി, ചൈനയുമായോ മെക്സിക്കോയുമായോ കാനഡയുമായോ എന്ത് രീതിയിലും ടാരിഫ് യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഏർപ്പെടാം. പക്ഷേ സമഗ്ര വാണിജ്യ വ്യാപാര കരാറിൻ്റെ ഒരു സംരക്ഷണത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലും ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ച് ധാരണകൾ ഉണ്ടാവണം. ഇപ്പോൾ നിലവിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സ്ട്രക്ചറിൽ ഇന്ത്യക്കാണ് മേൽക്കൈ. ഇന്ത്യക്ക് ഏതാണ്ട് $35-40 ബില്യൺ മേൽക്കൈയുണ്ട് അമേരിക്കൻ കയറ്റുമതി. ഇപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി അമേരിക്കയിലെ കയറ്റുമതി കൂടുതലും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കുറവും ആണ് നിലവിൽ. പക്ഷേ ഈ കർശനമായ ടാരിഫ് ഉണ്ടായാൽ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, നമ്മുടെ അഗ്രോ പ്രോഡക്ട്സ്, നമ്മുടെ ടെക്സ്റ്റൈൽസ്, സമുദ്ര ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ വലിയ തോതിലാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഗുണമേന്മയുടെ കാര്യത്തിൽ അവരുടെ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. അത് ഒരുപക്ഷെ നമുക്ക് അതിനെ ഒപ്പം മീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കർശനമായ ടാരിഫുകൾ, റെസിപ്രോക്കൽ ടാരിഫുകൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായി വന്നേക്കാം. ഇന്ത്യയുടെ കയറ്റുമതി, അമേരിക്കൻ മാർക്കറ്റിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി പൂർണ്ണമായി തകർന്നില്ല എങ്കിലും ചില സെഗ്മെൻറ്റിലെങ്കിലും തിരിച്ചടികൾ ഉണ്ടായാൽ ഇന്ത്യ ഡൈവേഴ്സിഫൈഡ് ഒരു മാർക്കറ്റ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ബ്രിക്സ് രാജ്യങ്ങളുമായി, റഷ്യയുമായും ചൈനയുമായും ബ്രസീലുമായും മറ്റ് രാജ്യങ്ങളുമായും എല്ലാമുള്ള വ്യാപാര ബന്ധങ്ങളിൽ പുനഃക്രമീകരണം വേണ്ടിവരും എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഒരു ശക്തമായ സ്വരം ഉയർത്തിയിരിക്കുന്നത്. കാരണം ആവർത്തിച്ച് പറയുകയാണ് ട്രംപ്, നികുതി കുറയ്ക്കാതെ എത്ര സൗഹൃദമുണ്ടെങ്കിലും സാരമില്ല, നികുതി കുറയ്ക്കാതെ മുന്നോട്ട് പോകാൻ ആവില്ല. ഇത് ഇന്ത്യയോട് മാത്രമല്ല പറയുന്നത്, കാനഡയോടും അത് തന്നെയാണ് പറയുന്നത്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നല്ലോ കാനഡ. ഇപ്പോൾ കാനഡയിൽ അധികാര കൈമാറ്റവും സംഭവിച്ചിരിക്കുന്നു. ജസ്റ്റിൻ ട്രൂഡോ മാറി പുതിയ പ്രധാനമന്ത്രി കാനഡയിൽ വന്നിരിക്കുന്നു. പക്ഷേ ട്രംപിൻ്റെ നിലപാടിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. കനേഡിയൻ ബട്ടർ ആൻഡ് കനേഡിയൻ ചീസ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ കർശനമായ ടാരിഫ് 150% നികുതി ചുമത്തുമെന്നാണ് പറയുന്നത്. കാനഡ അമേരിക്കയുടെ ചില ഉൽപ്പന്നങ്ങൾക്ക്, മദ്യ ഉൾപ്പെടെയുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് 50%, ചില ദക്ഷിണ കനേഡിയൻ സംസ്ഥാനങ്ങൾ 50% തീരുവ ചുമത്തി. അതിൽ പ്രകോപിതനായിട്ടാണ് ട്രംപ് പറയുന്നത് 3 ഇരട്ടി തീരുവ ഞങ്ങൾ ചുമത്താൻ മടിക്കില്ല.
എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ കാനഡയിലേക്ക് കയറ്റുമതി ഉണ്ടെന്നോർക്കണം. ഈ സിട്രസ് ഫ്രൂട്ട്സിൻ്റെ, ഫ്ലോറിഡയിൽ നിന്നൊക്കെയുള്ള ഫ്രൂട്ട് ജ്യൂസിൻ്റെ കയറ്റുമതിയുണ്ട്. മദ്യത്തിന് ചില അമേരിക്കൻ സംസ്ഥാനങ്ങൾ അവരുടെ പ്രധാന ഒരു സ്രോതസ് എന്ന് പറയുന്നത് മദ്യ വരുമാനമാണ്. മുന്തിയ ഇനം മദ്യ ബ്രാൻഡുകൾ അതെല്ലാം കാനഡയിലേക്ക്, തണുപ്പുള്ള രാജ്യമാണ് കാനഡ എന്ന് ഓർക്കണം, അങ്ങോട്ടുള്ള കയറ്റുമതിയാണ്. വൈനിൻ്റെ കയറ്റുമതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. തിരിച്ച് കാനഡയിൽ നിന്നും ഊർജ ഉപാധികൾ, പ്രത്യേകിച്ചും ഇലക്ട്രിസിറ്റി, വലിയ തോതിൽ കാനഡയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി അമേരിക്കയുടെ വടക്കൻ സംസ്ഥാനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവതാളമായാൽ പോലും തൻ്റെ നയങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് ശക്തമായി മുന്നേറുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ അവശേഷിക്കുന്ന ഏക വഴി എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ട്രേഡ് എഗ്രീമെൻറ്റ് വിത്ത് അമേരിക്ക. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് ഭാരതം. അപ്പോൾ പാർലമെൻ്ററി സമിതിക്ക് മുന്നിൽ എന്താണ് നയം എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്, എന്താണ് തീരുമാനങ്ങളെന്ന് പറയാനുള്ള ചുമതല ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് പാർലമെൻ്ററി സമിതി, അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, BJP ഇതര പാർട്ടിയിലെ അംഗങ്ങളുണ്ട്. അവരുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായി ട്രംപ് പറയുന്നത് പോലെ ഞങ്ങൾ ഒരു ധാരണയിലും ഏർപ്പെട്ടിട്ടില്ല. നികുതി കുറയ്ക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ ചുമത്തുന്ന കസ്റ്റംസ് തീരുവയുടെ കാര്യത്തിൽ വ്യാപകമായ കുറവ് വരുത്തുന്നു എന്ന അമേരിക്കൻ നിഗമനം ശരിയല്ല, ട്രംപ് പറഞ്ഞത് ശരിയല്ല എന്ന് ഇവിടെ പാർലമെൻ്ററി സമിതിക്ക് ഇന്ത്യയുടെ മന്ത്രിമാർ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്ഥിതിഗതികൾ സങ്കീർണമായി മാറുകയാണോ, അതോ സെപ്റ്റംബർ വരെ ഇന്ത്യ സമയം ചോദിച്ചിട്ടുണ്ട് വ്യാപാരപരമായ ഒരു ധാരണയിലെത്താൻ, ഒരു സമഗ്രമായ ഒരു ധാരണയിലെത്താൻ? ഇപ്പോൾ മാർച്ച് കഴിഞ്ഞ് സെപ്റ്റംബർ വരെയുള്ള 6 മാസത്തിനുള്ളിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം ഈ മറ്റ് രാജ്യങ്ങളുമായി ഉള്ള ബന്ധം എന്തു തന്നെയായിരുന്നാലും അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി ഒരു സവിശേഷ ബന്ധം കാത്തു സൂക്ഷിക്കത്തക്ക രീതിയിൽ സമഗ്ര കരാർ, ആ കരാറിലേക്കാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നോ കരോളിൻ ലെവിറ്റിൻ്റെ ഭാഗത്തു നിന്നോ വരുന്ന ഏത് പ്രസ്താവനയും അതിനെ ദോഷകരമായി ബാധിക്കുമെന്ന് തീർച്ചയായും നമുക്ക് കരുതാവുന്നതാണ്. അതുകൊണ്ട് ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയും, യഥാർത്ഥത്തിൽ സമയമാണ് ഇന്ത്യ ചോദിക്കുന്നത്. ഇത് പെട്ടെന്ന് എടുകൊടുക്കുകയോ ചോറും കറിയും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യം, ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. പെട്ടെന്ന് തന്നെ നികുതി കുറച്ചുകൊണ്ട് ആ സെക്ടറൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വരും. എക്സ്പോർട്ടേഴ്സിനെ കോൺഫിഡൻസ് എടുക്കേണ്ടി വരും, ഉൽപ്പാദനത്തെ അതനുസരിച്ച് ക്രമീകരിക്കേണ്ടി വരും, നമുക്ക് ഇതര മാർഗ്ഗങ്ങൾ തേടാനുള്ള ബ്രീതിങ് സ്പേസ് വേണ്ടി വരും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം നയം മാറ്റമുണ്ടാക്കാൻ. ടാരിഫ് നയത്തിൽ ഇന്ത്യയും ആത്യന്തികമായ മാറ്റം വരുത്തിയേ സാധിക്കൂ എന്ന കാര്യത്തിൽ തർക്കമില്ല താനും. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം.